ദാറുൽ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി ഇന്ന് ഒരു വലിയ വിദ്യാഭ്യാസ മൂവ്മെൻറ്റായി മാറിയിരിക്കുകയാണ്. നമുക്കറിയാം, ഇന്ത്യയിൽ എന്നല്ല മൊത്തം മുസ്ലിം ലോകത്ത് ഈ കൊളോണിയലിസം വന്നതിന് ശേഷം അധിനിവേശാനന്തര മുസ്ലിം രാജ്യ പ്രദേശങ്ങളിലൊക്കെ തന്നെ ഒരു വല്ലാത്തൊരു ഡിലമ ഉണ്ടായിരുന്നു. എങ്ങനെയാണ് എഡ്യൂക്കേഷനുമായിട്ട് മുസ്ലിങ്ങൾ വിദ്യാഭ്യാസം എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. കേരളത്തിൽ നിന്ന് ഒരുപാട് പരീക്ഷണങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു. അതായത് നമുക്ക് പരമ്പരാഗതമായി പോരുന്ന ഒരു വിദ്യാഭ്യാസ രീതിയുണ്ട്, അതിനുശേഷം ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന ഒരു വിദ്യാഭ്യാസ രീതിയുണ്ട്. വിദ്യാഭ്യാസം തന്നെ തൊഴിലധിഷ്ഠിതമാവുകയും തൊഴിലുകളെല്ലാം വിദ്യാഭ്യാസത്തിന് അധിഷ്ഠിതമാകുകയും ചെയ്യുന്ന ഒരു രീതിയിലേക്ക് ലോകം പോയിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന അവസ്ഥയുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള ഒരു പ്രത്യേക ഒരു പശ്ചാത്തലത്തിലാണ് ദാറുൽ വരുന്നതും ദാറുൽ ആ സമയത്ത് മൊത്തം ലോകത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചലനങ്ങൾ നോക്കുകയാണെങ്കിൽ, ഒന്ന് കേവലമായിട്ടുള്ള ട്രഡീഷണൽ എഡ്യൂക്കേഷൻ, അതായത് പരമ്പരാഗതമായ മതവിദ്യാഭ്യാസം മാത്രം കൊടുത്തുകൊണ്ട് പോകുന്ന രീതി, ആ രീതിയിലേക്ക് പോകുന്ന ഒരു മുസ്ലിം വിഭാഗം, ഉലമ എന്ന് പറയുന്ന ആ രീതിയിൽ. അതല്ലെങ്കിൽ ഭൗതിക വിദ്യാഭ്യാസം, ബ്രിട്ടീഷുകാർ അല്ലെങ്കിൽ ആധുനികം എന്ന് പറയപ്പെടുന്ന വിദ്യാഭ്യാസ രീതിയിലേക്ക് വാർത്തെടുക്കപ്പെടുന്ന ഒരു വിഭാഗം. ഇപ്പോൾ കേരളത്തിലൊക്കെ 1950-കൾക്ക് ശേഷം കൃത്യമായിട്ടുള്ള അങ്ങനെയുള്ള ഒരു രണ്ട് ടീം തന്നെ വന്നിട്ടുണ്ട്, രണ്ട് എലൈറ്റ് വിഭാഗങ്ങൾ. അതായത് കൃത്യമായിട്ട് ഭൗതിക വിദ്യാഭ്യാസം കിട്ടിയ ആളുകളും അതുപോലെ മതവിദ്യാഭ്യാസം കിട്ടിയ ആളുകളും മാത്രം. ഇതിൻ്റെ ഒരു പ്രശ്നം, ഈ സമയത്തുള്ള പ്രശ്നം വെച്ചാൽ ഈ സമൂഹവുമായിട്ട് ഇടപെട്ടുകൊണ്ടിരിക്കാൻ അനുയോജ്യമായിട്ടുള്ള, അതായത് ഈ ഭൗതിക വിദ്യാഭ്യാസം കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു തലമുറയെ നേരിടാൻ അല്ലെങ്കിൽ അവരുമായി സംവദിക്കാൻ കഴിയുന്ന ഒരു പണ്ഡിത വിഭാഗത്തിൻ്റെ ഒരു സ്പേസ് അവിടെ ഉണ്ടായിരുന്നു. അതിന് സാധ്യമല്ലാതെ നിലവിലുണ്ടായിരുന്ന ഉലമ നേതൃത്വം. അപ്പോൾ ആ ഒരു സ്പേസിലേക്കാണ് യഥാർത്ഥ ദാറുൽ ഒരു പുതിയ ആശയമായിട്ട് വരുന്നത്. ദാറുൽ മുമ്പിൽ തന്നെ അങ്ങനെയുള്ള ഒരു ആശയങ്ങൾ രൂപപ്പെടാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിലും അതിന് കൃത്യമായിട്ട് അതിൻ്റെ ഒരു കോൺക്രീറ്റ് മോഡലായിട്ട് ദാറുൽ ഒരു മൂവ്മെൻ്റായിട്ട് വരുന്ന അങ്ങനെയാണ്. അതായത് പരമ്പരാഗതമായി വരുന്ന എല്ലാ വിദ്യാഭ്യാസ വിജ്ഞാനീയങ്ങളെയും ഉൾക്കൊള്ളുകയും എന്നാൽ ആധുനികമെന്ന് പറയപ്പെടുന്ന ഒരുവിധം വിദ്യാഭ്യാസത്തിൽ വിദ്യാഭ്യാസ രീതിയിൽ പഠിപ്പിക്കപ്പെടുന്ന വിഷയങ്ങളൊക്കെ തന്നെ സംയോജിപ്പിച്ചുകൊണ്ട് ഒരു പുതിയ കരിക്കുലം രൂപപ്പെടുത്തപ്പെടുകയും. ഇതിന് ഫലമായി സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമുക്കറിയാം, ഇന്ന് ദാറുൽ ഹുദയിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടുള്ള വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ ദാറുൽ ഹുദയിൽ പുറത്തിറങ്ങിയ ഹുദവികൾ ഇന്ന് ലോകത്തിൻ്റെ പല ഭാഗത്തും എന്താണോ ഈ ദാറുൽ കൊണ്ട് ലക്ഷ്യം വെച്ചിരുന്നത്, വിഭാവനം ചെയ്തിരുന്നത്, അതേ ലക്ഷ്യത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വലിയ തലമുറ ഇന്ന് സാധ്യമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത് മറ്റുള്ള രാജ്യങ്ങൾ, മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ തന്നെയുള്ള ഡിമാൻഡ് ദാറുൽ മുമ്പിൽ വരുന്നത്. അതായത് ഈ ദാറുൽ ഒരു ക്യാമ്പസ് നമ്മുടെ നാട്ടിൽ തുടങ്ങണമെന്ന് ദാറുൽ പോയിട്ട് ആവശ്യപ്പെടില്ല. അവിടുത്തെ ആളുകൾ ഇങ്ങോട്ട് വന്ന് ആവശ്യപ്പെടാൻ തുടങ്ങിയിട്ടുള്ള ഒരു കാലഘട്ടത്തിലാണ്. ഇതെന്തുകൊണ്ട് സാധ്യമായും ചോദിച്ചാൽ കൃത്യമായിട്ട് ദാറുൽ മുന്നോട്ട് വെക്കുന്ന വിദ്യാഭ്യാസം എന്നുള്ള വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള അതിൻ്റെ ഒരു ഫിലോസഫി, അതിൻ്റെ വീക്ഷണം, അതുപോലെ അത് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നതിൽ കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങും ഉണ്ട് എന്നുള്ളത്. ദാറുൽ വിദ്യാഭ്യാസത്തിന് ആ മൂവ്മെൻറ്റ് നമ്മൾ ആലോചിക്കുമ്പോൾ അതിനകത്ത് ആ ഒരു വ്യവസ്ഥയിൽ തന്നെ ഒരു വലിയ ഒരു വിപ്ലവം ഉണ്ടായിരുന്നു. ആ വ്യവസ്ഥയിൽ നടക്കുന്ന സിസ്റ്റം എന്ന് പറയുന്ന കരിക്കുലം, ഈ കരിക്കുലത്തിൽ എപ്പോഴും ഈ മോഡിഫിക്കേഷൻ എപ്പോഴും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കരിക്കുലമാണ് ദാറുൽ ഹുദയുടേത്. അപ്പോൾ ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്തുണ്ടായിരുന്ന വിദ്യാഭ്യാസ കരിക്കുലത്തിൽ ഒരുപാട് കരിക്കുലം ഒന്നാണെങ്കിൽ സിലബസ് ഒരുപാട് മാറിയിട്ടുണ്ട്. മതപരമായിട്ടുള്ള വിഷയങ്ങളിലൊക്കെ അതേപോലെ തന്നെ പരമ്പരാഗതമായിട്ടുള്ള വിഷയങ്ങളൊക്കെ തന്നെ നിലനിർത്തുകയും എന്നാൽ കണ്ടംപററി സ്റ്റഡീസിൽ വന്നുകൊണ്ടിരിക്കുന്ന ഇസ്ലാമിക് സ്റ്റഡീസ് അടക്കമുള്ള കണ്ടംപററി സ്റ്റഡീസിൽ വന്നുകൊണ്ടിരിക്കുന്ന എല്ലാ ചലനങ്ങളെയും സ്വാംശീകരിക്കാൻ ദാറുൽ സാധിച്ചു. അത് തന്നെയാണ് ദാറുൽ വലിയ വിജയം എന്ന് പറയുന്നത്. ദാറുൽ സിസ്റ്റത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് ആദ്യം വേറെ ഒരു കാര്യം പറയാനുള്ളത്, ഇവിടെയുള്ള ഓരോ വിദ്യാർത്ഥിയും കൃത്യമായ അറ്റൻഷൻ കിട്ടുന്നു എന്നുള്ളതാണ്. ഓരോ കുട്ടിയുടെയും പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യുന്ന ദാറുൽ സിസ്റ്റം വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. അത് മറ്റുള്ള സ്ഥാപനങ്ങൾക്ക് അത്ര സാധ്യമാണെന്ന് തോന്നുന്നില്ല. അതായത് ആ ഒരു കുട്ടിയുടെ ലാംഗ്വേജ്, കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, അവൻ്റെ ആറ്റിറ്റ്യൂഡ്, അപ്രോച്ച് തുടങ്ങിയിട്ടുള്ള പല കാര്യങ്ങളും മോൾഡ് ചെയ്യുന്നതിൽ ദാറുൽ കരിക്കുലത്തിന് വളരെ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ് അതിനകത്തുള്ളത്. പിന്നെ ഉസ്താദുമാരും അതുപോലെ വിദ്യാർത്ഥികളും തമ്മിലെ ബന്ധം അത് പ്രത്യേകമായിട്ടുള്ള ബന്ധമാണ്. അത് സാധാരണഗതിയിൽ വ്യത്യസ്ത സ്ഥാപനങ്ങൾ ഇല്ലാത്തതാണ്. അതേപോലെ തന്നെ ഉസ്താദുമാരും കമ്മിറ്റികളും തമ്മിലുള്ള ബന്ധങ്ങൾ, ഈ കുട്ടികളും അതുപോലെ അവിടെയുള്ള ഒരു കമ്മ്യൂണിറ്റിയും പുറത്തുള്ള അവരെ സപ്പോർട്ട് ചെയ്യുന്ന കമ്മ്യൂണിറ്റി തമ്മിലുള്ള ബന്ധങ്ങൾ, എപ്പോഴും ഈ കമ്മ്യൂണിറ്റിക്ക് എന്തെങ്കിലും കൊടുക്കണം എന്നുള്ള ഒരു കാഴ്ചപ്പാടോട് കൂടി വളർന്ന ഒരു തലമുറയാണ് ദാറുൽ സംവിധാനത്തിലൊക്കെ ഉള്ളത്. അപ്പോൾ അത് കൃത്യമായി മോൾഡ് ചെയ്യപ്പെടുന്ന ഒരു ദാറുൽ വിഷനിൽ നിന്ന് മോൾഡ് ചെയ്യപ്പെടുന്ന കുട്ടികൾ, പഠിതാക്കൾ ആ രീതിയിലാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർക്ക് അങ്ങനെ ആവാൻ സാധിക്കുകയുള്ളൂ. എൻ്റെ ഒരു ജേണി പറയുകയാണെങ്കിൽ,
ദാറുൽ ദാറുൽഹുദയുമായി അങ്ങേയറ്റം കടപ്പെട്ടിരിക്കുകയാണ് എൻ്റെ മൊത്തം ജീവിതം. ഞാൻ ഇന്ന് ഈ പൊസിഷനിൽ ഇരിക്കുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ദാറുൽ തന്നെയാണ്. എൻ്റെ ഫാമിലി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അത്രമാത്രം എഡ്യൂക്കേഷനിലേക്കൊന്നും അത്ര ഒരു മുന്നോട്ട് പോയിട്ടുള്ള ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് നല്ല ഞാൻ വരുന്നത്. എൻ്റെ ഉപ്പ ഒരു മദ്രസ അധ്യാപകനായിരുന്നു. അങ്ങനെയുള്ള ഒരു ഫാമിലി പശ്ചാത്തലത്തിൽ നിന്ന് ഹയർ എഡ്യൂക്കേഷനെ കുറിച്ചും ഡിഗ്രിയെക്കുറിച്ച് ആലോചിക്കുന്ന ആളുകൾ എനിക്ക് തോന്നുന്നു എൻ്റെ നാട്ടിൽ ആരെങ്കിലും ഉണ്ടായിരുന്ന സമയത്ത് ഡിഗ്രിയും പി ജിയും കഴിഞ്ഞ് പിന്നീട് എം ഫിലും പി എച്ച് ഡി ചെയ്യാൻ വേണ്ടിയിട്ട് ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി പോലുള്ള പ്രമുഖമായ യൂണിവേഴ്സിറ്റിയിൽ എത്താനുള്ള ഒരു അവസരം കിട്ടിയത്, അതേപോലെ ഡൽഹിയിൽ തന്നെയുള്ള ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ ഡൽഹി സ്കൂൾ ഓഫ് എക്കണോമിക്സ് അധ്യാപകനാവാൻ, ജാമ്യ മില്ലിയ യൂണിവേഴ്സിറ്റിയിൽ ഗസ്റ്റ് ഫാക്കൽറ്റി ആണെങ്കിലും അവിടെ അധ്യാപനം നടത്താൻ, ജാമ്യ ഹംദർദിൽ അധ്യാപകനാവാൻ, അതേപോലെ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയുടെ മെയിൻ ക്യാമ്പസിൽ അധ്യാപകനാവാൻ, ഇങ്ങനെയുള്ള സൗകര്യങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സാധ്യത പോലും നമുക്ക് ആലോചിക്കാൻ സ്വപ്നം കാണാൻ പോലും പറ്റാത്ത ഒരു വിഷയമായിരുന്നു. അത് സാധ്യമാക്കിയത് സത്യമായി പറയാൽ ദാറുൽ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി തന്നെയാണ് എന്നുള്ള യാതൊരു സംശയവുമില്ല. ഞാൻ എം ഫിൽ പി എച്ച് ഡിക്ക് വേണ്ടി പോകുന്ന സമയത്ത് ബഹുമാനപ്പെട്ട ബാപ്പുട്ടി ഹാജിയോട് ചോദിച്ചു, ഇങ്ങനെ പോകണം. ഹാജിയാർ എന്നോട് പറഞ്ഞത്, മോൻ എന്തായാലും എം ഫിലും പി എച്ച് ഡിയും ചെയ്ത് ഒരു വലിയ സ്കോളർ ആവണം എന്നുള്ള ഒരു ഉപദേശം. മാത്രമല്ല എല്ലാ ഹുദവികളും ആ രീതിയിൽ ഹയർ എഡ്യൂക്കേഷനിലേക്ക് പോവുകയും എല്ലാ ഫീൽഡിലേക്കും നമ്മൾ ഹുദവിമാർ വരണം എന്നുള്ള ഒരു ചിന്ത മർഹൂം ബാപ്പുട്ടി ഹാജി 2003 എന്നോട് ഷെയർ ചെയ്ത് ഞാനിപ്പോൾ ഓർക്കുകയാണ്. അപ്പോൾ ദാറുൽ നമുക്ക് കിട്ടുന്നത് അവിടെ നിന്ന് ലാംഗ്വേജ്, കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ്, അതുപോലെ ലീഡർഷിപ്പ് ക്വാളിറ്റി, അഡ്മിനിസ്ട്രേറ്റീവ് സ്കില്ല് തുടങ്ങി എല്ലാ കാര്യങ്ങളും നമുക്ക് ദാറുൽ നിന്ന് കിട്ടുന്നുണ്ട്. എൻ്റെ ഒരു കരിയറിൽ നോക്കുമ്പോൾ ഞാൻ എം ഫിൽ പി എച്ച് ഡി ചെയ്യുന്ന സമയത്ത് ഒരു പത്രത്തിൽ വർക്ക് ചെയ്തിരുന്നു. ആ പത്രത്തിൽ വർക്ക് ചെയ്യാൻ എനിക്ക് ആകെയുള്ള ക്വാളിറ്റി അല്ലെങ്കിൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ദാറുൽ നിന്ന് കിട്ടിയ എൻ്റെ ലാംഗ്വേജാണ്. ആ ദാറുൽ കിട്ടിയ ലാംഗ്വേജ് കൊണ്ട് മാത്രമാണ്, അതേപോലെ അവിടെ തെളിച്ചം തുടങ്ങിയിട്ടുള്ള മാസികയിലും അതുപോലെ അവിടെയുള്ള ഡൗണ്, ലോത തുടങ്ങിയിട്ടുള്ള കയ്യെഴുത്ത് മാസികകൾക്ക് ജോലി ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അതിൽ വർക്ക് ചെയ്തുകൊണ്ടാണ് എനിക്ക് അന്ന് അവിടെയുള്ള ദ ന്യൂസ് ലിങ്ക് സർവീസ് എന്നുള്ള ഒരു പത്രത്തിൽ വർക്ക് ചെയ്യാൻ അല്ലെങ്കിൽ ജോലിക്ക് അവസരം കിട്ടിയത്. അതേപോലെ മറ്റുള്ള ഇൻ്റർവ്യൂ ബോർഡിലൊക്കെ ഫേസ് ചെയ്യുന്ന സമയത്ത് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് സംസാരിക്കാനും ഒക്കെ പറ്റുന്നത് ദാറുൽ നിന്ന് കിട്ടിയുള്ള ആ ട്രെയിനിങ്ങിൻ്റെ ഭാഗം തന്നെയാണ്. അപ്പോൾ എല്ലാ നിലക്കും എൻ്റെ A to Z എന്ന് പറഞ്ഞ് എന്നെ മോൾഡ് ചെയ്തതിൽ ദാറുൽ വഹിച്ചിട്ടുള്ള പങ്ക് വളരെ വലുതാണ്.